പോണം പോണം പോണം. ശരി ശരി ശരി. ഡാ ഡാ മക്കളെ മക്കളെ ഇതെന്താ എന്താ ഇതോട് വീഡിയോ എടുക്കുന്നു. അറ്റാക്ക് അറ്റാക്ക്. സോ ഞാൻ പേഴ്സണലി ഒരു ക്യാറ്റ് പേഴ്സൺ ആണ്. ഇതാണ് ആദ്യത്തെ ആൾ. ഇവൻ പേർഷ്യൻ ഡോൾ ഫേസ് ആണ് ബ്രീഡ് വരുന്നത്. ഇവൻ്റെ പേര് ജെറി. ഇനി ഒരാളും കൂടെ ഉണ്ട് ഇവൻ്റെ പേര്. സോ ഇവൻ കിറ്റൻ ആയിരുന്നപ്പോൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. ഇപ്പോൾ അവൻ്റെ ഒരു അഡോളസൻ്റ് ഏജിലേക്ക് കയറി. ഹീസ് ലൈക്ക് 6 months ഓൾഡ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സോളിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഇയാൾ ഫീമെയിൽ ക്യാറ്റിനെക്കാട്ടും കൂടുതൽ കാണിച്ചു തുടങ്ങി. എങ്കിലും ഫ്രണ്ട്ലി ആണ്. ബാക്കി പൂച്ചകളൊക്കെ എല്ലാം നശിപ്പിക്കുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പൂച്ചകളെ കൊണ്ട് ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. സോ എനിക്ക് 2 സിബ്ലിങ്സ് ഉണ്ട്. ഇപ്പം വീണ്ടും 2 പേരും കൂടെ വന്നു. അങ്ങനെയാണ് നമ്മളിവരെ നോക്കുന്നത്. പിന്നെ ഇവരുടെ ഫുഡിങ് ഹാബിറ്റ്സ് ഒക്കെ രാവിലെ ഒരു മുട്ട കൊടുക്കും. ഉച്ചയ്ക്ക് ഇപ്പം നമ്മൾ കാർബൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. ചോറ്, പൊട്ടറ്റോ, ക്യാരറ്റ്സ് ഒക്കെ മാഷ് ചെയ്തിട്ട് കൊടുക്കും വിത്ത് ഫിഷ്. മുള്ളൊന്നും കൊടുക്കില്ല, നമ്മൾ ഉപ്പില്ലാതെ വേവിച്ചിട്ട് അങ്ങനെ കൊടുക്കും. പിന്നെ വൈകിട്ട് ട്രീറ്റ്സ് പോലെ കുറച്ച് എന്തെങ്കിലും വെറ്റ് ഫുഡ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട് കൊടുക്കും. എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് നോക്ക്. ഞാൻ ചെറുതിൽ എനിക്ക് ക്യാറ്റ്സിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാര്യം കുഞ്ഞിലോട്ടെ ഞാൻ ഡോഗ്സുമായിട്ട് യൂസ്ഡാണ്. പിന്നെ ഞാനിവിടെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് പുറത്തുനിന്ന് ഒരു പൂച്ച വന്നിട്ട് ഇങ്ങോട്ട് നമ്മുടെ ലൈഫിലേക്ക് വന്നു കയറിയ ഒരു പൂച്ച ഉണ്ടായിരുന്നു. പിന്നെ അയാൾ എവിടേക്കോ പോയി, പുറത്തെ പൂച്ചയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളെ മിസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പൂച്ചേനെ വാങ്ങാം. പിന്നെ ഒരാളെ വാങ്ങിപ്പോയി ഇവിടെ ഒറ്റയ്ക്കാകില്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അയാൾക്കൊരു പേരും കൂടെ മേടിച്ചു. അങ്ങനെയാണ് ഇവരെ 2 പേരെ എനിക്ക് കിട്ടിയത്. കൊല്ലത്ത് തന്നെയുള്ള വിപിൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ നിന്നാണ് വാങ്ങിയത്. പുള്ളി അത്യാവശ്യം നല്ല ബ്രീഡ്സിനെ തന്നെ എല്ലാവർക്കും കൊടുക്കുന്നത്. വീട്ടിൽ തന്നെ മക്കളെ പോലെ വളർത്തുക. അപ്പോൾ ഞാനൊരു 60 days വരെ അമ്മയുടെ കൂടെ തന്നെ ഇവരെ നിർത്തി. ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അമ്മയുടെ കൂടെ ഒന്ന് പാലൊക്കെ കുടിച്ച് ഹെൽത്തി ആയിട്ട് പതുക്കെ തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി കളക്ട് ചെയ്തു. ഇപ്പോൾ അവർ 6 months ഓൾഡാണ്. നമ്മൾ റുട്ടീൻ വാക്സിനേഷൻസും കാര്യങ്ങളും ഒക്കെ എടുക്കാറുണ്ട്. മന്ത്ലി നമ്മളൊരു ചെക്കപ്പ് ഒക്കെ കൊടുക്കും അവർക്ക്. പെറ്റ് ക്ലിനിക്കിൽ കൊണ്ടുപോയി ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ കംപ്ലീറ്റ്ലി അവരുടെ ഹാപ്പിയാണ്. അച്ഛനും അമ്മയൊക്കെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വന്ന് പരിചയപ്പെടുന്ന അല്ലെങ്കിൽ കാണുന്നതിനെക്കാട്ടും മുന്നേ മക്കൾ എന്ത് ചെയ്യും ചോദിച്ചിട്ടാണ് വരുന്നത്. ആ മക്കൾ ഞങ്ങളല്ല, ഇവർ 2 പേരാണ്. കിച്ചനായിരുന്നപ്പോൾ ഇവർ നമ്മളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ്. അവരുടെ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ഒക്കെ ഞങ്ങളായിരുന്നു. അപ്പോൾ വലുതായപ്പോൾ അവർക്ക് മനസ്സിലായി തുടങ്ങി, ഓക്കെ ഞാൻ അഡോളസൻ്റ് ആയി. അതിൻ്റെ ഒരു ജാടയൊക്കെ ഇവൻ ഇടുന്നുണ്ട്. നല്ലതായിരുന്നു, ഭയങ്കര പ്ലേഫുള്ളാണ് ഇവരുമായിട്ട്. എനിക്ക് വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് ആക്ച്വലി ഭയങ്കര സ്ട്രെസ് റിലീഫാണ്. നമ്മളെ കൂടെ വന്ന് ഉറങ്ങും. നല്ല റൂംമേറ്റ്സാണ്, ഒരു ശല്യമില്ല. കൂടെ വന്ന് എത്ര നേരം വേണമെങ്കിലും ഉറങ്ങാൻ ഇവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ ആരും ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും നമുക്ക് വരില്ല. നമ്മുടെ വീട്ടിലിപ്പോൾ എല്ലാവരും അഡൽസായി. എൻ്റെ അനിയനൊക്കെ ചെറുതുണ്ടായിരുന്നു, എനിക്ക് 5 years younger to me ആണ്. പക്ഷേ അവ ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ലിറ്റിൽ ബ്രദർ സിസ്റ്റർ വേണം തോന്നിയപ്പോൾ എനിക്ക് ഇവരുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. പിന്നെ ഈ ക്യാറ്റ് ഒരു നല്ല പെറ്റല്ല എന്നൊക്കെ പറയുന്നത് അത് പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ ഡോഗ്സിന് ഇഷ്ടമല്ലെന്നല്ല, എൻ്റെ ഫേവറേറ്റ് ക്യാറ്റ്സാണ്. ഫ്രണ്ട്ലി ആണ്, നമ്മളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ അവനിങ്ങനെ കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന അവന് ഇഷ്ടമല്ല എന്ന് ഞാൻ ഒബ്സർവ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായതാണ്. അവനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് അവൻ അത്ര ഇഷ്ടമല്ല കമ്പയർ ടു ദ അതർ ക്യാറ്റ്. സോ ഇതാണ് ടോം. പുള്ളിക്കാരിയും 6 months ഓൾഡ് തന്നെയാണ്. ഫീമെയിൽ കിച്ചനാണ്, ഡോൾ ഫേസ് പേർഷ്യൻ തന്നെ. ഇവർ ചെറുതായിരുന്നപ്പോൾ മറ്റേ ടോം ആൻഡ് ജെറി കാർട്ടൂണിലെ പോലെ ഇവിടെ കളിയായിരുന്നു വീട്ടിനുള്ളിൽ. അങ്ങനെ ഇവർക്ക് നാച്ചുറലി വന്ന പേരാ ടോം ആൻഡ് ജെറി. നമ്മൾ കളിക്ക് വിളിച്ച് പിന്നെ അവർക്ക് ടോം ആൻഡ് ജെറി ആയി. സോ ഇവള് ഫീമെയിൽ ക്യാറ്റ് കൂടുതലും ഫൈറ്റ് ചെയ്യുന്ന, പുറത്തുനിന്ന് ഇവിടെ വേറെ കിറ്റൻസോ അല്ലെങ്കിൽ പൂച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവളാണ് മോർ ഓഫ് എ ഫൈറ്റർ. യൂഷ്വലി മെയിൽ ക്യാറ്റ്സ് ആണ് അത് ചെയ്യേണ്ടത്. പക്ഷേ അവനെക്കാട്ട് മുന്നേ നിന്നിട്ട് അവരുമായിട്ട് പോയി അടികൂടി അവരെ ഓടിച്ചിട്ട് വരുന്നത് ഇവളാണ്. അപ്പം മിടുക്കി പൂച്ചയാണ്. സോ മോർ അറ്റാച്ച്ഡ് ടു മീ ഇവളാണെന്ന് ഇപ്പോൾ ഈ ഒരു ഫേസിൽ. കിറ്റൻ ആയിരുന്നപ്പോൾ 2 പേരും എൻ്റെ അടുത്ത് ഒരേപോലെ അറ്റാച്ച്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവളാണ് കൂടുതൽ അറ്റാച്ച്ഡ്. സെയിം, ഞാൻ ഒരേ സമയത്ത് 2 പേരെ എടുത്തത്. പക്ഷേ അവർ സിബ്ലിങ്സ് അല്ല, 2 ലൈനേജിൽ വരുന്ന കിറ്റൻസ് ആണ്. കാര്യം നമുക്ക് ഇനി അവർ പ്രഗ്നൻ്റ് ആവുകയോ ബ്രീഡ് ആവുകയോ ചെയ്യുവാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരണ്ടെന്ന് കരുതി ഞാൻ 2 ലൈനേജിൽ നിന്ന് തന്നെ തരാൻ പറഞ്ഞതാണ്. വാങ്ങിയപ്പോൾ വളരെ കുഞ്ഞതായിരുന്നു, വളരെ സ്മോൾ കിറ്റനായിരുന്നു 2 പേരും. ഇപ്പോൾ ഫറിൻ്റെ സൈസ്, ഇവളുടെ ടെയിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്.
ഹെയർ ഒക്കെ ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ ഒരുപാട് ലെങ്തായി. കാര്യം നമ്മൾ ഹെയർ ഗ്രോത്തിനും കാര്യങ്ങൾക്കും ഉള്ള ടോണിക്ക് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് മന്ത് ചെക്കപ്പിന് പോയപ്പം അയൺ കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ടോണിക്കും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അല്ല, ഇവർ ഇന്ത്യൻ വെറൈറ്റി അല്ല. ലൈക്ക് പേർഷ്യൻ ക്യാറ്റ് ആയതുകൊണ്ട് ഇവർ മോർ പ്രോൺ ടു ഡിസീസസ് ആണ്. ഇവരുടെ ഫേസ്, നോസും മൗത്തും ഒക്കെ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ റെഗുലർലി മൂക്കും ചെവിയിൽ ഒരുപാട് ഇയർ വാക്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഡെപ്പോസിറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ ഒരു 3 days കൂടുമ്പോഴെങ്കിലും ചെവി ക്ലീൻ ചെയ്യാറുണ്ട്. എന്നിട്ട് മൂക്കും ക്ലീൻ ചെയ്യും. വൺ മന്ത്ലി ഇവർക്ക് വാക്സിനേഷൻ്റെ ടൈമാണല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മൾ പെറ്റ് ക്ലിനിക്കിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ റുട്ടീനായിട്ട് അവരെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറയും. പിന്നെ എന്തെങ്കിലും ഫീവറോ കാര്യങ്ങളോ ഒക്കെ വന്ന് പെട്ടെന്ന് അസുഖം വരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്, ലൈക്ക് പുറത്തൊക്കെ വിട്ട് കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പം വാക്സിനേഷനൊക്കെ എടുത്തതിൽ പിന്നെ അവർ മോർ ഹെൽത്തിയാണ്. കിറ്റനായിരുന്നപ്പോൾ കുറച്ച് സിക്കായിരുന്നു ഇടയ്ക്കൊക്കെ, പെട്ടെന്ന് പനി വരും അങ്ങനെയൊക്കെ. പിന്നെ ഇവരുടെ കണ്ണിൽ നിന്ന് ഈ വരുന്ന സെക്രീഷൻ നോർമൽ ക്യാറ്റ്സിന് പെട്ടെന്ന് അത് ഡ്രെയിൻ ആയി പോകും, നമ്മുടെ ടിയർ. ഇവരുടെ ഫേസിൻ്റെ ഷേപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവർക്കത് പ്രോപ്പർലി ഡ്രെയിൻ ആവത്തില്ല. അതുകൊണ്ട് ഡെയിലി ആ സെക്രീഷൻ നമ്മൾ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ വൈപ്പ് ഓഫ് ചെയ്ത് മാറ്റണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ അവരെ കെയർ ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. കുഞ്ഞിലെ മറ്റേ ബേബീസ്, ഹ്യൂമൻ ബേബീസൊക്കെ പോലെ തന്നെ കുഞ്ഞിലെ വാക്സിനേഷനൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലുതാകുമ്പോൾ അവർ ഹെൽത്തി. ഇപ്പോൾ അത്യാവശ്യം ഹെൽത്തി, അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അവർ ഹാപ്പി ഇൻ ദെയർ ഓൺ വേൾഡാണ്. പിന്നെ അവർക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒന്ന് ഒരു പ്ലേ ഏരിയ പോലെ ഞങ്ങളൊരു കുഞ്ഞ് വീടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിസ്കസ് ഇവർ ചെറുതിലെ കിറ്റനായിട്ട് കിട്ടിയപ്പോൾ ആ ബ്രീഡ് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് കൊടുത്തിരുന്നത് മിയോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് വിസ്കസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, വെറ്റ് ഫുഡായിട്ട്. ഡ്രൈ ഫുഡായിട്ടും വിസ്കസിൻ്റെ ബ്രാൻഡ് ഇപ്പോൾ മിക്സ് ചെയ്താണ് ഞാൻ കൊടുക്കുന്നത്. കാര്യം ഒരു ബ്രാൻഡ് തന്നെ കൊടുക്കുന്നത് നല്ലതല്ല എന്ന് ഞാൻ എവിടെയോ കേട്ട്, അതിൻ്റെ സയൻറ്റിഫിക് ബേസിസ് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്താണ് ഇപ്പോൾ കൊടുക്കുന്നത്. പക്ഷേ ഇവർക്ക് കൂടുതലും മിയോ ആണ് ഇഷ്ടം. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എപ്പോഴും മിയോ കൊടുക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക് മിയോ അല്ലെങ്കിൽ വിസ്കസ് മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പം കൂടുതലും ചോറും പൊട്ടിറ്റോ അങ്ങനെ നാച്ചുറൽ സാധനങ്ങൾ, ചിക്കൻ്റെ ലിവറൊക്കെ നമ്മൾ ഒന്നും ഇടാതെ ബോയിൽ ചെയ്ത് അങ്ങനെ കൊടുക്കാറുണ്ട്. അതൊക്കെ വലിയ ഇഷ്ടമാണ്. നോൺ വെജാണ് കൂടുതൽ താല്പര്യം. എനിക്ക് ഇവരില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ആരും ഇല്ലാത്തൊരു ഫീലിംഗാണ് ഇപ്പോൾ. പുറത്ത് പോയാലും മക്കൾ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ഓടി തിരിച്ചു വരേണ്ട അവസ്ഥയാണ്. അവർ 2 പേരുണ്ട്, അവർ ഹാപ്പിയാണെങ്കിലും നമുക്ക് ഇവരെ കാണാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്.